നീലിമയുടെ മറുപടി സിദ്ധാർത്ഥിനെ ശരിക്കും വിഷമിപ്പിച്ചു. അച്ചു വാഷ്റൂമിൽ മറന്നുവെച്ച റുബിക്സ് ക്യൂബ് കണ്ടതോടുകൂടി അങ്ങനെയൊരു ചോദ്യം അവളോട് ചോദിക്കണ്ടായിരുന്നു എന്ന് സിദ്ധാർത്ഥിന് തോന്നി. ബിസിനസ് എതിരാളികളുടെ എന്തോ പ്ലാനിംഗ് ആണെന്ന് കരുതിയ പെട്ടെന്ന് ആ കുഞ്ഞിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. ഞാൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ. അവൻ കാണുക തന്നെ അവന്റെ അമ്മയോട് മാപ്പ് ചോദിക്കണം. ലഗേജൊക്കെ കളക്ട് ചെയ്ത് എയർപോർട്ടിൽ നിന്നും പുറത്തു വന്ന നീലിമയെ തന്റെ മുന്നിൽ കണ്ട കാഴ്ച വല്ലാതെ അസ്വസ്ഥയാക്കി. നീലിമയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നത് അഞ്ജലിയും ആദിയുമായിരുന്നു. നീലിമയ്ക്ക് അവരോടൊപ്പം പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുൻപുള്ള ആ രാത്രി നീലിമയെ ആ പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അഞ്ജലിയായിരുന്നു. അഞ്ജലി നീലിമയുടെ രണ്ടാനമ്മയിൽ അവളുടെ അച്ഛനുണ്ടായ അവളുടെ സഹോദരി. ചേച്ചി, ഒരു ഡ്രിങ്ക്സ് എടുക്കട്ടെ? വേണ്ട, എന്നാലൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആയാലോ? ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് ലഹരി കലർത്തിയൊരു പാനീയം നീലിമയ്ക്ക് കൊടുത്തതും ബോധം പോയ നീലിമയെ അവളെപ്പോലെ തന്നെ ബോധമില്ലാതെ കിടക്കുകയായിരുന്ന ഏതോ ഒരുത്തന്റെ മുറിയിലേക്ക് തള്ളിയിട്ടതും അഞ്ജലിയായിരുന്നു. തങ്ങളെക്കാൾ വലിയൊരു പണക്കാരനെയാണ് നീലിമ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ ശ്വാസം മുട്ടിയാണ് അഞ്ജലിയും അവളുടെ അമ്മ സത്യഭാമയും അഞ്ജലിയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ആദിയുടെയും നീലിമയുടെയും വിവാഹം നടത്തരുതെന്ന് അവർ അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. അതിനായി അമ്മയും മകളും ചേർന്നുണ്ടാക്കിയ പ്ലാനാണ് അവർ കരുതിയതിനേക്കാളും വലിയ രീതിയിൽ ഇപ്പോൾ സക്സസ് ആയിരിക്കുന്നത്. ഗംഭീരായിട്ടുണ്ട്. ചേച്ചി, ചേച്ചി നമ്മളെ എല്ലാരെയും ചതിച്ചു. അയ്യോ പാവം, ഈ ആദ്യം ചതിച്ചു. എന്താ നീ പറയുന്നേ? നിങ്ങൾ വാ, എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. നീലിമ രാത്രിയിൽ ആരുടെയോ കൂടെ ഹോട്ടലിൽ ചിലവഴിച്ചു എന്ന് അഞ്ജലി പറഞ്ഞതനുസരിച്ചാണ് ആദിയും വാസുദേവനും രാവിലെ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് എത്തുന്നത്. ലിഫ്റ്റ് വരെ ലേറ്റോ, സ്റ്റെപ്പ് കയറി പോവാ. വാ. ആദിയുമായി കോറിഡോറിലേക്ക് അവർ ഓടിയെത്തുമ്പോഴാണ് അഞ്ജലി പറഞ്ഞ നീലിമയുടെ മുറിയിൽ നിന്നും ഷർട്ട് ധരിച്ചുകൊണ്ടൊരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവർ കണ്ടത്. അതാരാണെന്നറിയാൻ ആദി ആ യുവാവിന്റെ പുറകെ പോയെങ്കിലും അപ്പോഴേക്കും അയാൾ ലിഫ്റ്റിൽ കയറിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആ യുവാവ് ആരാണെന്നറിയാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവിടെ വെച്ച് ആ യുവാവിനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ അഞ്ജലിയുടെ ഈ പ്ലാൻ തന്നെ നടന്നു എന്ന് വരില്ലായിരുന്നു. നീലിമയുടെ കണ്ണുനീരിനു മുമ്പിൽ അവൾ പറഞ്ഞതെല്ലാം ആദി വിശ്വസിച്ചേനെ. എന്നാൽ വിധി അവിടെയും അഞ്ജലിക്കൊപ്പം നിന്നു. പിന്നീട് നടന്നതെല്ലാം അഞ്ജലിയും സത്യഭാമയും പ്ലാൻ ചെയ്തതുപോലെ തന്നെയായിരുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നീലിമ തന്നെ ചതിച്ചത് ഉൾക്കൊള്ളാൻ സാധിക്കാതിരുന്ന ആദിയെ ആശ്വസിപ്പിക്കാനെന്ന മട്ടിൽ അഞ്ജലി ഒപ്പം കൂടി. ആദിയെ സ്വന്തമാക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.